ഇന്നൊരു പ്രോൺ ഫ്രൈഡ് റെസിപ്പിയാണേ. ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ചട്ടിയിലിട്ടിട്ട് കുറച്ച് ചോറ് നല്ല ഇളക്കി തിന്നണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈ അരപ്പൊക്കെ ഇതിൻ്റെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് മാറ്റി വയ്ക്കാമേ. വെളുത്തുള്ളി തോലോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാകുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഈ എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുമേ. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് എല്ലാ പ്രോൺസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് ഈ പ്രോൺസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കണ്ടോ? വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. അതിന് ശേഷം ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇതിൽ നിന്ന് പോവാതെ അങ്ങ് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ അതങ്ങ് നന്നായിട്ട് ഇതിലേക്ക് മിക്സായി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനം അത് ഇറക്കാറാവുന്ന ആ ഒരു ടൈമിലാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് പ്രോൺസ് ഫ്രൈ ആവാൻ ഇനി എണ്ണയുടെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ചായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഞാനിങ്ങനെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് കുറച്ച് ചോറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം. അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. കണ്ടോ, നമ്മുടെ പ്രോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ഈ പ്രോണൊക്കെ ഫ്രൈ ചെയ്ത് ഈ ചട്ടിയിലൊക്കെ ഇട്ട് ചോറൊക്കെ കഴിക്കുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.